ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. പുറത്തു പോയ വിശേഷങ്ങളുമുണ്ട്, വീട്ടിലെ കുറച്ച് വിശേഷങ്ങളുമാണേ. രാവിലെ ഞാൻ ഗ്രൈൻഡറിൽ ആട്ടിയ മാവൊക്കെ എടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കി. ഇഡ്ഡലി സാമ്പാറും പിന്നെ വെള്ള ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഇവിടെ എനിക്ക് വോയിസ് പറയാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരിക്കൽ നമ്മൾ ഈ കോഴി പശു എന്തുവാ പറയുക, അങ്ങനെ പലതരം ജീവികളും ഇങ്ങനെ വിളിക്കുക, പിന്നെ അല്ലാതെ വണ്ടി പോവുക, അങ്ങനെ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ട് എനിക്ക് വോയിസ് പറയുമ്പോൾ. അങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കി. എൻ്റെ ചെറിക്കൂട്ടന് വേണ്ടി ബീട്രൂട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി. ആർക്കും അറിയത്തില്ല ഞാനിവിടെ നിന്ന് വോയിസ് പറയുകയാണെന്ന്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടിലാണ് ഞാൻ വോയിസ് പറയുക. പിന്നെ ഒരു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ, അത് പഴുത്തതുപോലെ നല്ല മണമൊക്കെ അടിച്ചേ. അങ്ങനെ നമ്മൾ അതിനെ ഒന്ന് മുറിച്ച് നോക്കിയപ്പോൾ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്ത് പോവാണ് കേട്ടോ. ഞാനും സിദ്ധുമോനും മോളും വിഷ്ണുട്ടനും ചെരിക്കൂട്ടനും കൂടെ നമ്മൾ റെഡിയായി. നമ്മൾ ആദ്യം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്, ആസിഫെ ബിരിയാണിയിൽ. അങ്ങനെ സ്റ്റാർട്ടറായിട്ട് ഇവർ ഓർഡർ ചെയ്തത് ക്രാബ് ലോലിപോപ്പായിരുന്നേ. ഞാൻ അതൊക്കെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ബിരിയാണി കഴിക്കത്തുമില്ല. ബിരിയാണിയൊന്നും അധികം ഒന്നുമേ കഴിക്കാറേ ഇല്ല. ഞാൻ ഇത് ഈ കാണുന്നതൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടിയെന്നൊക്കെ കുറച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഞാൻ അധികം ഫുഡൊന്നും കഴിക്കാറില്ല. ഫുഡ് കഴിക്കാതെ എനിക്ക് നല്ല തടിയാണ് ഗീസ്. അപ്പം പിന്നെ ഫുഡും കൂടി കഴിച്ചാൽ പറയണ്ട. അങ്ങനെ 3 ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. നോർമൽ ചിക്കൻ ബിരിയാണിയും, ചിക്കൻ 65 ബിരിയാണിയും, ചിക്കൻ മുഗൾ ബിരിയാണി, അങ്ങനെ 3 ഐറ്റം ബിരിയാണി ഓർഡർ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ സലാഡ് ഉണ്ടായിരുന്നു. അല്ലാതെ ഒരു കത്തിരിക്ക തൊക്കെന്നൊക്കെ പറയത്തില്ലേ, അച്ചാറിന് പകരം അതായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ മേടിച്ച് കഴിക്കായിരുന്നു. ചെറുക്കുട്ടനെ ഞാൻ നോക്കി, എനിക്ക് അങ്ങനെ ഫുഡ് വേണ്ടാത്തതുകൊണ്ട്. പിന്നെ ഇതിൽ കുറച്ച് എല്ലാവരും ഷെയർ ചെയ്ത് തരുന്നത് തന്നെ എനിക്ക് ധാരാളമാണ്. എവിടെ പോയാലും എനിക്ക് ജ്യൂസ് ഐറ്റം അതൊക്കെയാണ് അതൊക്കെ പറയാം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജ്യൂസ്, ഐസ്ക്രീം, അതിനൊന്നും എനിക്കൊരു മാറ്റമില്ല. ചെറുപ്പത്തിലെ പോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും. ഫുഡിനോട് വലിയ താല്പര്യമില്ല. മുന്നേയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രീതിക്ക് ഫുഡ് കഴിക്കുമായിരുന്നു. അതിൻ്റെ തടിയായിരിക്കും ഇപ്പോഴും. അങ്ങനെ ചെറുക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നേ. അങ്ങനെ ചെറുക്കുട്ടനെ കയ്യിൽ വെച്ചൊക്കെ ഞാനിപ്പം കഴിക്കാൻ നല്ല പ്രാക്ടീസൊക്കെ ആയി. അത് കഴിഞ്ഞ ശേഷം ഒക്കെ കഴിച്ചിട്ട് ഇവർ ചിക്കൻ ലോലിപോപ്പും കൂടി ഓർഡർ ചെയ്തു. അതിൽ നിന്ന് ഒരു ലോലിപോപ്പ് എടുത്ത് ഞാനും കൂടി കഴിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. അവിടുത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുകയാണ് ഗേസ്. അത് കഴിഞ്ഞ് നമുക്കൊരു ഷോപ്പിൽ പോകണമായിരുന്നു കേട്ടോ, ഏണിക്കരയിൽ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി അതിൻ്റെ അടുത്താണ് നമുക്ക് അരുവിക്കര ബീച്ച്. അരുവിക്കര ഡാം, ബീച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അരുവിക്കര ഡാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് വിട്ടത് കേട്ടോ. ആ ഷോപ്പിലൊക്കെ കയറിയതിന് ശേഷം നമ്മൾ നേരെ അരുവിക്കര ഡാമിൽ. സിദ്ധുമോനൊന്നും അവിടെ വന്നിട്ടില്ല പറഞ്ഞു. അങ്ങനെ നമ്മൾ മുന്നേയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതുവഴി അങ്ങോട്ട് പോയി. നേരെ അവിടെ നിറയെ ഉപ്പിലിട്ടതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ ഫസ്റ്റ്. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ മോനും എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തന്നു. മോനും ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു. ഇവർക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട പറഞ്ഞു. ചെറുകൂടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, ഊഞ്ഞാലൊക്കെ ആടാനും. പിന്നെ ഇവരൊക്കെ നല്ല എൻജോയ് ചെയ്ത് കളിച്ചു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ അരുവിക്കര അമ്പലത്തിലൊന്നും കയറിയിട്ടില്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടല്ലേ പോയത്. അപ്പോൾ അമ്പലത്തിലൊന്നും കയറാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ മോളെ കുറേ ഉറുമ്പൊക്കെ കടിച്ചു കേട്ടോ. അങ്ങനെ നല്ല ആംബിയൻസൊക്കെയാണ് അവിടെ. നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാനൊക്കെ. മുന്നേ പോയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് യൂട്യൂബൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ എനിക്ക് ഊഞ്ഞാലെന്ന് വെച്ചാൽ എനിക്കൊരു ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ഊഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചപ്പം സിദ്ധുമോനൊക്കെ ഇരുന്നു. അതുകൊണ്ട് ഞാനും ഒന്ന് ഇരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി വീഴുമോ എന്നൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ 2-3 റീലൊക്കെ എടുത്തു കേട്ടോ.
പക്ഷേ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ അമ്മയെ ഇങ്ങനെ ഓർമ്മ വന്നിട്ടേ ഇരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ എവിടെ നമ്മൾ പോവായാലും അമ്മ ഇങ്ങനെ ഡെയിലി കുറേ വട്ടം കോളും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിൽ എത്തിയോ, അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ തിരക്കുണ്ടായിരുന്നു, അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ. അപ്പം ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ അവിടെ പോയി ഇരിക്കും, എവിടെയെങ്കിലും പോയിട്ട് അവിടെ ഇരിക്കുന്ന സമയം അമ്മ ഭയങ്കരമായിട്ട് അങ്ങ് മിസ് ചെയ്യും നമുക്ക്. അങ്ങനെ മോൻ്റെ കൂടെ വീഡിയോ ഒക്കെ എടുത്തു. മോൻ പറയുക നമ്മൾ കുഞ്ഞു കുട്ടികളുടെ സോങ്ങൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ എപ്പോഴും എനിക്ക് മോൻ്റെ കൂടെ നിൽക്കുമ്പോൾ കുഞ്ഞു കുട്ടികളുടെ സോങ്ങൊക്കെയാണ് എടുക്കാൻ ഇഷ്ടം. മക്കൾ എത്ര വലുതായാലും നമുക്ക് കുഞ്ഞാണല്ലോ, അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ. അങ്ങനെ മോള് ഫോട്ടോയും വീഡിയോസൊക്കെ മോനോട്ട് എടുത്തൊക്കെ കൊടുത്തു കേട്ടോ. അപ്പം നല്ല ഉറുമ്പ് കടിയുടെ തരിപ്പ് ഇതുവരെ മാറിയിട്ടില്ല മോക്ക്. നല്ല വൃത്തി ഒരു കൂട്ടിൽ പോയി കാലുകൊണ്ട് വെച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ ഉറുമ്പ് നല്ല രീതിക്ക് കടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ചിറങ്ങുവാണ് കേട്ടോ. എല്ലാം കണ്ടു. അവിടെ ഒത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒത്തിരി പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുക്കുട്ടനും ഉറക്കമൊക്കെ വന്നു. അങ്ങനെ നല്ല ഇരുട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അരുവിക്കര വരുമ്പോൾ ഇപ്പം 4 കിലോമീറ്ററേ നമുക്ക് ആ ഏണിക്കരയിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ പണി നടക്കുന്നത് കാരണം നല്ല ചുറ്റിയാണ് വന്നത്. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ അതേപോലെ ചുറ്റിയാണ് പോവേണ്ടത്. നല്ല ഇരുട്ട്, റോഡിൽ ലൈറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല ഇരുട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു 7 മണിയായപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചു. അരുവിക്കര അമ്പലത്തിനകത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വീണ്ടും വന്നിട്ട് ഇരിക്കുമായിരുന്നു. എങ്ങനെയാണ് അവർ വേറെ വഴിയുണ്ടോയെന്നൊന്നും അറിയത്തില്ല കേട്ടോ അവർക്ക് പോകാൻ. നമുക്ക് വേറെ വഴിയൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ ചെറുക്കുട്ട അപ്പയുടെ അമ്മയുടെയും കൂടി ഫ്രണ്ടിലായിരുന്നേ. അത് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഹെവി ഫുഡായിരുന്നു, അതുകൊണ്ട് രാത്രി ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു തട്ടുകടയുണ്ട് കേട്ടോ. ആ ഒരു തട്ടുകടയുടെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെ ഒരു വീഡിയോ. അപ്പം ആ തട്ടുകട നടത്തുന്ന ഒരു പാവ, നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അവിടെ. ദോശ, രസവട, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പൂപ്പൻ്റെ കടയിൽ നിന്ന് ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. തട്ടുകടയിലെ വീഡിയോ ഇനി ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സി യു.